വ്യക്തമായ കാഴ്ച, ആരോഗ്യമുള്ള കണ്ണുകൾ, അതാണ് സന്തോഷകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനം. അത്യാധുനിക നേത്ര സംരക്ഷണ സൗകര്യങ്ങളുമായി ബാബാസ് ഐ കെയർ ഓപ്റ്റിക്കൽസ് ആൻഡ് ഹോസ്പിറ്റൽ കേവലം ഒരു നേത്ര പരിശോധന കേന്ദ്രം എന്നതിനും അപ്പുറം അതിജീവനത്തിന്റെ വലിയൊരു കഥ കൂടിയാണ് ബാബാസ് ഐ കെയർ എന്ന് പറയാനുള്ളത്. കാരണം ഇവിടെ കൺസൾട്ടിംഗ് റൂമിലിരുന്ന് കാഴ്ചയുടെ വെളിച്ചം പകരുന്നത് മറ്റാരുമല്ല, കണ്ണൂരിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ പോരാടി ജയിച്ച ഡോക്ടർ അസ്നയാണ്. വർഷം 2000. കണ്ണൂർ ജില്ല രാഷ്ട്രീയ സംഘർഷങ്ങളാൽ കലുഷിതമായ കാലം. അന്ന് കേവലം 6 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അസ്ന എന്ന പിഞ്ചു ബാലികയുടെ വലതുകാൽ ഒരു ബോംബ് സ്ഫോടനത്തിലൂടെ ആക്രമികൾ കവർന്നു. എന്നാൽ വിധിക്ക് കീഴടങ്ങാൻ അവൾ തയ്യാറായില്ല. തന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഡോക്ടർമാരുടെ സ്നേഹപരിചരണങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വേദനകളെ പുഞ്ചിരി കൊണ്ട് നേരിട്ട് അവൾ പോരാടി. പ്രതിസന്ധികളെയും ശാരീരിക ബുദ്ധിമുട്ടുകളെയും കാറ്റിൽ പറത്തി. കൃത്രിമക്കാലിൽ ഉറച്ചു നിന്ന് അവൾ മെഡിക്കൽ ബിരുദവും തുടർന്ന് ഒഫ്താൽമോളജിയിൽ ഉപരിപഠനവും പൂർത്തിയാക്കി. ഇന്ന് തനിക്ക് നഷ്ടപ്പെട്ട വെളിച്ചത്തിന് പകരമായി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരാൻ ഡോക്ടർ അസ്ന ബാബാസ് ഐ കെയറിലുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മളെ ഒരു അതിജീവനത്തിന്റെ ഒരു പ്രതീകമായാണ് നമ്മുടെ അസ്ന ഡോക്ടർ ഇപ്പൊ ചെറുവഴിയിൽ ജോലി ചെയ്യുന്നത്. കാരണം ആ 2000 വർഷത്തില് കണ്ണൂരിലെ രാഷ്ട്രീയ ഭീകരത അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടത്തില് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ ഒരു കാലിന് നഷ്ടപ്പെട്ട് അതായത് ജീവിതത്തോട് മല്ലടിച്ച് വളരെ നല്ലൊരു പദവിയിലെത്തിയിരിക്കുകയാണ് മാഡം. അപ്പം ഇപ്പം വളർന്നു വരുന്ന തലമുറക്കൊക്കെ ഒരുപാട് കണ്ടു പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മാഡം. ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്താണ് ഈ ഒരു നിലയിലെത്തിയത്. മാഡത്തിന്റെ ജീവിതയാത്രയിലെ ചില കാര്യങ്ങളൊക്കെ നമ്മളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? 2000 സെപ്റ്റംബറിലാണ് എനിക്കെൻ്റെ കാല് നഷ്ടമായത്. അതിനുശേഷം 3 മാസത്തോളം ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ആ സമയത്ത് ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും അവരൊക്കെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ചെറിയൊരു ആഗ്രഹം തോന്നിയത്. പിന്നെ ഞാൻ അങ്ങനെ അത്രതായിട്ട് കണ്ടില്ല. പിന്നെ പഠിത്തം അങ്ങനെ പോയി. പിന്നെ വീണ്ടും ആ റൂട്ടിലേക്ക് ഞാൻ മെഡിക്കൽ ഫീൽഡ് വേണമെന്നുള്ളൊരു ഇത് വരുമായിരുന്നു. ടെസ്റ്റിന് ശേഷം എൻട്രൻസ് കോച്ചിങ്ങിലൊക്കെ പോയി. ആ സമയത്തൊക്കെ മെയിനായിട്ട് ഇങ്ങനെ കൊണ്ടു നടന്നത് എൻ്റെ വീട്ടുകാരാണ്. അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ആക്ച്വലി എനിക്കിവിടെ എത്താൻ പറ്റിയത്. അച്ഛനൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും എൻ്റെ കൂടെ വരണമായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ പോകാനാണെങ്കിലും. എത്ര വയസ്സിൽ സംഭവിച്ചു? 5.5 വയസ്സ്. 5.5 വയസ്സിൽ ഏകദേശം 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു സമയത്താണ്. പിന്നെ കുറച്ച് ട്രീറ്റ്മെന്റും കാര്യമില്ല. അതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ പഠിപ്പ്? കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എപ്പോഴും അച്ഛൻ വീടിനടുത്തായിരുന്നു 5ാം ക്ലാസ് വരെ പഠിച്ചത്. വീടിന് നേരെ ഓപ്പോസിറ്റ്. എവിടെയാണ് കറക്റ്റ് സ്ഥലം? ചെറുവാഞ്ചേരിയാണ്. ചെറുവാഞ്ചേരി കൂത്തുപറമ്പിനടുത്ത്. കൂത്തുപറമ്പിനടുത്തല്ല, കൂത്തുപറമ്പ് റോഡ് ചെറുവാഞ്ചേരി. സമയത്ത് അവിടെ ഭയങ്കര രാഷ്ട്രീയ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമയം കാലഘട്ടമായിരുന്നു അല്ലേ? അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ എല്ലാ കാര്യത്തിലും എപ്പോഴും ഒരുപാട് പ്രശ്നം വെച്ചാൽ ട്രാവലിംഗ് ഒക്കെ പ്രശ്നമായിരുന്നു. അപ്പൊ എപ്പോഴും അച്ഛൻ കൂടെ വരണമായിരുന്നു. അപ്പൊ അച്ഛന്റെ ജോലി അതൊക്കെ ഒഴിവാക്കേണ്ടി വന്നു. എപ്പോഴും എന്റെ കൂടെയായിരുന്നു മെയിനായിട്ട് വന്നു. ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു എന്തായാലും ചെറുപ്പത്തിലെ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ആ രീതിയിലാണ് വളർത്തിയത് അച്ഛൻ. എല്ലാ കാര്യത്തിലും ഇപ്പൊ പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതിനുവേണ്ടി എല്ലാം ഓടി നടന്ന് ചെയ്യായിരുന്നു. മാഡത്തിന് വേറെ സഹോദരന്മാരായിട്ട്? എനിക്കൊരു അനിയനുണ്ട്. ബാക്കി പഠിത്തങ്ങളൊക്കെ എവിടെയായിരുന്നു? ബാക്കി എൻട്രൻസ് കോഴ്സിന് തൃശ്ശൂരായിരുന്നു. അതിനുശേഷം പിന്നെ നീറ്റ് എക്സാം എഴുതിയതിനു ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS ജോയിൻ ചെയ്തു 2013. പിന്നെ അത് കഴിഞ്ഞു 5 years MBBS ഇന്റേൺഷിപ്പ് ഒക്കെ അവിടെ തന്നെ. അതിനുശേഷം PG ജോയിൻ ചെയ്തു. അത് അവിടെ തന്നെ ഒഫ്താൽമോളജി. അത് 3 years. ഇത്ര ഒരു ആക്സിഡന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലുമാറിനാശമുള്ള മൊത്തത്തിൽ ഹെൽത്ത് ഇഷ്യൂ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവില്ല. ആൾസറൊക്കെ വരും. ഒരുപാട് ദൂരം നടക്കുമ്പോൾ കണ്ടിന്യൂസ് ലിങ്ക് യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ. അപ്പൊ മേഡം ഏതായാലും ആ ചെറുപ്പം തൊട്ട് ഒരുപാട് ആൾക്കാരുടെ സഹായവും അതുപോലെ ഫാമിലിയുടെ നല്ല സപ്പോർട്ടെല്ലാം കൊണ്ട് ഏതായാലും നല്ലൊരു പദവിയിലെത്തിയിരിക്കുകയാണ്. ചെറുപുഴയിലെ നമ്മുടെ ഒപ്റ്റിക്കൽ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലാണ് ബാബാസ് ഐ കെയർ. അപ്പോൾ അവിടുത്തെ പ്രധാന ഡോക്ടർ പദവിയാണ് ഇപ്പോൾ മേഡം ഉള്ളത്. അപ്പോൾ ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുടെ ത്യാഗവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്നത്? ജീവിതത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ ഒരു ഭാഗമായിരിക്കുന്നത്? ആ സമയത്ത് ഈ ആക്സിഡന്റ് സംഭവിച്ച ഹോസ്പിറ്റലുള്ള സമയത്ത് ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അത് വന്ന് കണ്ട് അങ്ങനെ മെന്റലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യലിയും ആ സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അതിനുശേഷം പിന്നെ വലുതാവുന്നതിനനുസരിച്ച് ഉപരിപഠനം അങ്ങനെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് അച്ഛനാണ് കൂടുതൽ അതിന് സ്ട്രഗിൾ ചെയ്തത്. ഫിനാൻഷ്യലി ആയാലും പിന്നെ എന്നെ കൊണ്ട് പോകാനും അങ്ങനെയൊക്കെ അച്ഛന് ആ സമയത്ത് ഒരു ഷോപ്പായിരുന്നു വീട്ടിനടുത്ത് തന്നെ. പിന്നെ എൻ്റെ പഠനം ഞാൻ വലിയ വലിയ ക്ലാസ് വെക്കാറാകുമ്പോഴായിട്ട് പിന്നെ അച്ഛനത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായി. കാരണം എന്നെ കൊണ്ടുപോകാനും എൻ്റെ ട്രാവലിംഗ് അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ പഠനത്തിന്റെ ഭാഗമായിട്ട് എൻ്റെ വീട് തന്നെ മാറി താമസിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ട്രാവലിംഗ് ഇഷ്യൂ വന്നപ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാൻ ബസ് കിട്ടാതെ ഒരു അവസ്ഥയൊക്കെ ആയി. ഓട്ടോയിലൊക്കെയാണ് പോകാറ്. അപ്പോൾ അതൊന്നും കറക്റ്റ് ടൈമിന് കിട്ടാതെ ഒരു പ്രശ്നമൊക്കെ വന്നപ്പോൾ ഞാൻ 10th പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന്, അതായത് സ്വന്തം വീട്ടിൽ നിന്ന് മാറി ഞങ്ങൾ സ്കൂളിനടുത്തൊരു വീട് റെന്റിനെടുത്തും അങ്ങനെ എല്ലാവരും കൂടെ അവിടെയായിരുന്നു നിൽക്കാറ്. അപ്പോൾ അച്ഛനാണ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയത്. പിന്നെ വലിയ MBBS ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഫിനാൻഷ്യലി പ്രശ്നം വന്നപ്പോൾ പിന്നെ ലോണ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് പിന്നെ വീടും ബാക്കി പണികളെല്ലാം ചെയ്തത്. അവനിപ്പം മെർച്ചന്റ് നേവി. ഹസ്ബൻഡ് UAE-ലാണ്. ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ. ആലക്കോടാണ് താമസിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇന്നത്തെ തലമുറ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളോട് കൂടിയാണ് ഇന്നത്തെ കുട്ടികൾ ജീവിക്കുന്നത്. പക്ഷെ അവരെല്ലാം ശരിക്കും പറഞ്ഞാൽ പലരും ഇന്ന് ഒരുപാട് ആൾക്കാരാണ് ഈ ലഹരിയുടെയൊക്കെ പിടിയിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ പോകുന്നവർക്കുള്ളൊരു മാതൃകയാണ് ഡോക്ടറുടെ ജീവിതം. കാരണം ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ആ ഒരു നിലയിൽ നിന്ന് ഈ ഒരു ഇഷ്യൂ ഒക്കെ വെച്ചിട്ട് ഇത്രയും നല്ലൊരു പദവിയിലെത്തിയ കൊണ്ട് ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നമ്മൾ നേരുകയാണ് ഈ സമയത്ത്. ഡോക്ടറുടെ ജീവിതം ഒരു മാതൃകയാണ് ഈ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും നന്ദി സഹകരിച്ചത്. ഈ ത്യാഗോജ്വലമായ കാരുണ്യ സ്പർശത്തിനോടൊപ്പം ഇവിടെ തികച്ചും സൗജന്യമായ കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര പരിശോധനയും ഫ്രീ വിഷൻ ചെക്കപ്പും ഒരുക്കിയിരിക്കുന്നു. പ്രശസ്ത ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ അസ്നക്കയുടെ വിദഗ്ധ സേവനം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഇണങ്ങുന്ന പ്രീമിയം ബ്രാൻഡുകളുടെ ഫ്രെയിമുകൾ, ഉയർന്ന ഗുണനിലവാരമുള്ള ലെൻസുകൾ, വൈവിധ്യമാർന്ന സൺഗ്ലാസുകൾ, ആധുനിക കോൺടാക്ട് ലെൻസുകൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഇവിടെയുള്ളത്. കാഴ്ചയുടെ പുതിയൊരു നാളേക്കായി ഇന്ന് തന്നെ സന്ദർശിക്കൂ ബാബാസ് ഐ കെയർ ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ഹോസ്പിറ്റൽ, ചെറുപുഴ. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി ബന്ധപ്പെടുക 6238195997. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം ഗൃഹലക്ഷ്മിയിലൂടെ. ഏറ്റവും പുതിയ ഗിഫ്റ്റ് ഐറ്റങ്ങളുടെയും അടുക്കള ഉപകരണങ്ങളുടെയും വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഗൃഹലക്ഷ്മിയിൽ മാത്രം. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റവ്, മിക്സി, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സ്റ്റീൽ ഐറ്റംസ്, അലുമിനിയം, പ്ലാസ്റ്റിക്, സെറാമിക്, ബ്രാസ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ക്വാളിറ്റി പ്രോഡക്ട്സ്, ബെസ്റ്റ് സർവീസ്, ഫെസ്റ്റിവൽ ഓഫേഴ്സ്. ഷോപ്പിംഗ് ആഘോഷമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി.